ഗ്രാമവികസനത്തിന് ബജറ്റിന്റെ 0.74% ആണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഗ്രാമവികസനം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായല്ലോ, കാർഷിക മേഖലയുടെ വികസനം പൂർണ്ണമായിട്ടും അതിലും ഉപരി കുറച്ചുകൂടി എക്സ്റ്റൻഡഡ് ആണ് ഗ്രാമവികസനം എന്ന് പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി 0.74% മാത്രമാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഇനി നോക്കുക, സാമൂഹ്യ വികസനം 0.16% ആണ് GDPയുടെ. 0.1% എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ 16 ഉള്ളത് കൊണ്ട് 0.2% എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് പിന്നെ സാമൂഹ്യ വികസനത്തിന് വേണ്ടി മാറ്റിവെച്ചു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഇഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അതൊരു ജിമ്മിക്സ് ആണ്. അതായത് ഈ സാമൂഹ്യ വികസനം എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന ഫണ്ട് എത്രയാണ്? 0.16% ഓഫ് GDP. ഈ ഫണ്ട് ആണ് റവന്യൂ ഡെഫിസിറ്റിൽ നിന്ന് ഇഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റിലേക്ക് എത്താൻ വേണ്ടി വെട്ടിച്ചുരുക്കുന്നത്. അങ്ങനെയാണ് ഇഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റിൽ എത്തുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ജിമ്മിക്സ് ആണ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് ഇനി നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ഈ സാമൂഹ്യ വികസനത്തെ പറ്റി പറയുന്നു, ഗ്രാമവികസനത്തെ പറ്റി പറയുന്നു. ഈ വികസനത്തിൻ്റെ ഒക്കെ കൂടെയല്ലേ, കാർഷിക മേഖലയുടെയും ഒക്കെ കൂടെയല്ലേ ഈ മനുഷ്യ വന്യമൃഗ സംഘർഷം ഉടലെടുക്കുന്ന പ്രദേശങ്ങളൊക്കെ കിടക്കുന്നത്? ഈ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾ മാത്രമല്ല, ഒട്ടുമിക്ക ജില്ലകൾക്കും, അതായത് നമുക്ക് നമ്മുടെ കേരളത്തിൻ്റെ കേസ് തന്നെ എടുക്കുക, അതായത് ഈ പശ്ചിമഘട്ട നിരകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു വലിയ പരിധി വരെ മനുഷ്യ വന്യമൃഗ സംഘർഷമുണ്ട്. അതായത് മനുഷ്യവാസ കേന്ദ്രങ്ങളിലേക്ക് വന്യമൃഗങ്ങൾ കടന്നു വരുന്നു, കൃഷി നശിപ്പിക്കുന്നു, മനുഷ്യരെ കൊല്ലുന്നു, അങ്ങനെയൊക്കെ. അത് വന്യമൃഗങ്ങളെ മാത്രം കുറ്റം പറയേണ്ട ഒരു കാര്യമല്ല. അതായത് മനുഷ്യരുടെ കടന്നുകയറ്റം മൂലം വനത്തിൻ്റെ വന അവസ്ഥ നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ അവിടെ ഇവയ്ക്കുള്ള കാടും മേടും ഒക്കെ വെട്ടി നാശമാക്കി, വെള്ളമൊക്കെ കുറഞ്ഞു, മഴയും കുറഞ്ഞു, അങ്ങനെ അവയ്ക്ക് കുടിക്കാൻ ജലമില്ല, തിന്നാൻ തീറ്റിയൊന്നുമില്ല. അത്തരം ഒരു ദുരവസ്ഥ വനത്തിനുള്ളിൽ സൃഷ്ടിക്കപ്പെട്ടു മനുഷ്യൻ്റെ എൻക്രോച്ച്മെന്റ് കാരണം കൊണ്ട്. അപ്പം തീർച്ചയായിട്ടും പണ്ട് മുതലേ മനുഷ്യർ അങ്ങനെ ചെയ്യുന്നു. അങ്ങനെ ക്രമേണ മൃഗങ്ങൾ മനുഷ്യവാസ കേന്ദ്രങ്ങളിലേക്ക് വരുന്നു. ഇപ്പോൾ വലിയ സംഘർഷാവസ്ഥയിൽ ഈ അടുത്ത നാളിൽ തന്നെ കേരളത്തിൽ എന്തുമാത്രം കോൺഫ്ലിക്റ്റ് ആണ് ഉണ്ടായത്, എത്ര മനുഷ്യർ മരിച്ചു, എത്ര മൃഗങ്ങൾ കൊല്ലപ്പെട്ടു. ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഇത് കേരളത്തിലെ മാത്രം കാര്യമല്ല, പശ്ചിമഘട്ട മലനിരകളോട് ചേർന്ന് കിടക്കുന്ന എല്ലായിടത്തുമുണ്ട്. അതിനപ്പുറം നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലുമുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടി എന്ത് ചെയ്യുന്നു? ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യം കൂടി ഈ കൂട്ടത്തിൽ പറയാം. തൊഴിലുറപ്പ് പദ്ധതിക്ക് 86,000 കോടിയാണ് ഈ വർഷം മാറ്റിവെച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷവും 86,000 കോടിയായിരുന്നു, അതിൻ്റെ അങ്ങേ വർഷവും 86,000 കോടിയായിരുന്നു. പക്ഷേ 86,000 കോടി മാറ്റിവെച്ച 2022-23 1,05,000 കോടി വരെ ഗവൺമെന്റ് ചെലവഴിക്കേണ്ടി വന്നു. അതിൽ നിന്നൊക്കെ ഒരു പാഠം പഠിച്ച്, അതായത് ഇന്ന് നമ്മുടെ ഈ ബജറ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന സമയത്തും അതിനു മുൻപ് 2, 3, 4, 5 മാസങ്ങൾക്ക് അപ്പുറം തന്നെ, അതായത് നിർമ്മല സീതാരാമൻ കഴിഞ്ഞ വർഷത്തെ ബജറ്റ് അവതരിപ്പിക്കുന്ന, ഫൈനൽ ബജറ്റ് അവതരിപ്പിക്കുന്ന ആ സമയത്തും ഇന്ത്യയെ വിഴുങ്ങിക്കൊണ്ടിരുന്ന 3 പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ പ്രതിസന്ധി തൊഴിലില്ലായ്മ, രണ്ടാമത്തെ പ്രതിസന്ധി വിലക്കയറ്റം, മൂന്നാമത്തെ പ്രതിസന്ധി അസമത്വ വളർച്ച. ഈ 3 പ്രതിസന്ധികളും അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ബജറ്റ് വരുന്നത്. അങ്ങനെ വരുന്ന ഒരു ബജറ്റിലാണ്, അതായത് അൺഎംപ്ലോയ്മെന്റ് ആണ്, തൊഴിലില്ലായ്മയാണ് ഒന്നാമത്തെ പ്രശ്നം. അങ്ങനെ തൊഴിലില്ലായ്മ കൊണ്ട് വീർപ്പ് മുട്ടുന്ന ഇന്ത്യയിലാണ്, അതായത് അസമത്വം വർദ്ധിക്കുന്ന ഇന്ത്യയിലാണ് ഇതിന് രണ്ടിനും ഒരു പരിധി വരെ പരിഹാരമാകുമായിരുന്നു തൊഴിലുറപ്പ് പദ്ധതിക്ക് ഫണ്ട് കൂട്ടിയിരുന്നെങ്കിൽ. അതായത് അവിടെ ഫണ്ട് കൂട്ടിയാൽ മാത്രമല്ല, ഞാനൊക്കെ സജഷൻ കൊടുത്തതാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. 2 തരത്തിൽ ഞാൻ സജഷൻ കൊടുത്തിട്ടുണ്ട്, 2 വേദികളിലൂടെ. ഒന്ന് പ്രൊഫസർ KV തോമസിന്റെ പ്രീ ബജറ്റ് ഡിസ്കഷൻ വഴിയായിട്ട്, 2 ഞാൻ നേരിട്ട്. അങ്ങനെ 2 തരത്തിലൂടെ സജഷൻസ് കൊടുത്തിട്ടും ഒരു പ്രയോജനം ഉണ്ടായില്ല. അതായത് ഞാൻ കൊടുത്ത സജഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ തൊഴിലുറപ്പ് പദ്ധതിക്കാരെ അതിൻ്റെ ഫണ്ടിങ് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. 90% ഫണ്ടിങ് കേന്ദ്രമാണ്, 10% ഫണ്ടിങ് സംസ്ഥാനമാണ്.
അപ്പോൾ ഈ തൊഴിലുറപ്പ് പദ്ധതിക്കാരുടെ ശമ്പളം ഇപ്പം 330 രൂപയാണ്. അത് 400 രൂപയായിട്ട് വർദ്ധിപ്പിക്കുക. ഈ അസമത്വം പിന്നെ ഇത് കുറയ്ക്കാനുള്ള ഒരു മാർഗം. അതുപോലെ തന്നെ തൊഴിൽ ദിനങ്ങൾ 100 എന്നുള്ളത് 200 ആക്കി വർദ്ധിപ്പിക്കുക. അപ്പൊ 200 ദിവസം തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന അത്ര പേർക്ക് കൊടുക്കുക. അവരുടെ ശമ്പളം 400 രൂപയാക്കി വർദ്ധിപ്പിക്കുക. ഇത് ചെയ്താൽ തൊഴിലില്ലായ്മയ്ക്കും ഒരു പരിധി വരെ, അതുകൊണ്ടൊന്നും തീരുന്ന തൊഴിലില്ലായ്മയല്ല ഇന്ത്യയിലുള്ളത്. ILO പറഞ്ഞിരിക്കുന്ന 82.08% തൊഴിലില്ലായ്മ ഇന്ത്യയിലുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതൊന്നും പ്രതിവിധിയല്ല. പക്ഷേ ഇത് ഒന്നും ഇല്ലാതെ ഇരിക്കുന്നതിനേക്കാൾ ഭേദമാണല്ലോ. സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്നൊരു ചൊല്ലുണ്ടല്ലോ ഇംഗ്ലീഷിൽ. അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ടെങ്കിലും ഈ തരത്തില് ഇവരെ ഒന്ന് സഹായിച്ചു കളയാം എന്ന് ഗവൺമെന്റ് തീർച്ചയായിട്ടും വിചാരിക്കേണ്ടതായിരുന്നു. അങ്ങനെ അത് സ്ത്രീകൾക്കാണ് തൊഴിൽ കിട്ടുന്നത്. സ്ത്രീകൾക്ക് തൊഴിൽ കിട്ടിയാലുള്ള ഒരു അഡ്വാൻറ്റേജ് ഇവിടുത്തെ കുടുംബശ്രീയിൽ നിന്ന് ഇന്ത്യ മുഴുവനും ലോകം മുഴുവനും പഠിച്ചിട്ടുണ്ട്. എന്താണ്? അവരുടെ കയ്യിൽ കിട്ടുന്ന ഓരോ രൂപയും കുടുംബത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയാണ് ചെലവഴിക്കുക. അതല്ലാതെ അവർ കള്ളുഷാപ്പിൽ പോവുകയോ ഏതെങ്കിലും തരത്തിലുള്ള അനാവശ്യ കാര്യങ്ങൾക്കായി അത് ചെലവഴിക്കുകയോ ചെയ്യില്ല. സ്വന്തം കുടുംബത്തിന്റെ ക്ഷേമത്തിനാണ് ഒരു സ്ത്രീയുടെ കയ്യിലെത്തുന്ന ഏതു പൈസയും ചെലവഴിക്കുക. അതെങ്കിലും മനസ്സിൽ ഓർത്തിരുന്നെങ്കിൽ ഈ വിലക്കയറ്റവും അസമത്വവും തൊഴിലില്ലായ്മ മൂന്നിനും ഒരു പരിധി വരെ സഹായം ചെയ്യാൻ പറ്റുന്ന, കുറയ്ക്കാൻ പറ്റുന്ന ഒരു നല്ല, നമ്മൾ മലയാളത്തിൽ പറഞ്ഞ കാളൻസ് നെല്ലായി പോലെയുള്ള ഒരു ഔഷധമായിരുന്നു ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ നമ്പർ ഓഫ് ഡേയ്സ് വർദ്ധിപ്പിക്കുക, കൂലി വർദ്ധിപ്പിക്കുക. ഇത് രണ്ടും ചെയ്ത. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചിരിക്കണേ? കഴിഞ്ഞ 3 വർഷങ്ങളിലും ഒരേപോലെ 86,000 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഒരു പക്ഷേ ആവശ്യം വന്നാൽ ഇതിനേക്കാൾ കൂട്ടുമായിരുന്നു. പക്ഷെ ആവശ്യം വന്ന് കൂട്ടുന്നതിനേക്കാളും തീർച്ചയായിട്ടും തുടക്കത്തിൽ തന്നെ ഞങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു മേഖലയാണിത്. അതും നിർമ്മല സീതാരാമനെ പോലൊരു വനിതാ ഫിനാൻസ് മിനിസ്റ്റർ ഈ തരത്തിൽ സങ്കുചിതമായിട്ട് ചിന്തിച്ചു, അല്ലെങ്കിൽ ആ തരത്തിൽ ചിന്തിച്ചില്ല എന്നതിലാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത്. ഇന്ത്യയെ നന്നായി അറിയുന്ന ഒരു വനിത എന്ന രീതിയിൽ അവര് തീർച്ചയായിട്ടും ഈ തരത്തിൽ ചിന്തിക്കേണ്ടതായിരുന്നു. അങ്ങനെ തന്നെ ബജറ്റിൽ നല്ല രീതിയിൽ അതിനുവേണ്ടി കൂടുതൽ, അതായത് ഒരു 1.5 ലക്ഷം കോടി രൂപ ഇതിനു വേണ്ടി മാറ്റിവെച്ചിരുന്നെങ്കിൽ ഒരു കാരണവശാലും അതൊരു ഒറ്റ പൈസ പോലും നഷ്ടമാകുന്ന കേസ് ആയിരുന്നില്ല. പക്ഷെ അതിന് മനസ്സ് വന്നിട്ടില്ല, കാണിച്ചിട്ടില്ല.